ഓരോ ദിവസവും CPM-നെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴേ ഇങ്ങനൊരു ഗതി കിട്ടാത്ത പാർട്ടി, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്ന പാർട്ടി ലോകത്ത് വേറെ ഉണ്ടാവില്ല കേട്ടോ. ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഒരുപാട് സംഭവങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ TV ചാനലുകളിലൂടെ ഒക്കെ കണ്ടിരിക്കും. പിണറായി വിജയന്റെ ധാർഷ്ട്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM തോൽക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്, പിണറായി വിജയന്റെ ശരീരഭാഷയാണ്, പിണറായി വിജയന്റെ ചില പ്രസ്താവനകളാണ്, പിണറായി വിജയന്റെ പെരുമാറ്റ ദൂഷ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. ഇത് നമ്മുടെ പാർട്ടിയുടെ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയും 14 ജില്ലാ കമ്മിറ്റികളും ഏകസ്വരത്തിൽ പറഞ്ഞതാണ്. തോൽവിക്കുള്ള പ്രധാന കാരണം പിണറായി വിജയന്റെ പെരുമാറ്റങ്ങളാണ്, പിണറായി വിജയന്റെ ചില പ്രസ്താവനകളാണ്, പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്. ഇപ്പോഴിതാ DYFIയുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം DYFIയുടെ സമ്മേളനത്തിൽ അവരും ചൂണ്ടിക്കാട്ടിയത് എന്ന് പറഞ്ഞാൽ DYFIയുടെ സഖാക്കൾ ചൂണ്ടിക്കാണിച്ചത് തോൽക്കാനുള്ള കാരണം പിണറായി വിജയനാണ്, പാർട്ടി സെക്രട്ടറി ഗോവിന്ദനാണ് എന്നത് തന്നെയാണ്. ഇതിലൊന്നും ആർക്കും സംശയമില്ല. നമ്മളെ ആകെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ ഇവർക്കൊക്കെ ചെവിയും കണ്ണൊന്നും ഇല്ലാത്ത ആൾക്കാരല്ലല്ലോ. പിണറായി വിജയൻ 82 വയസ്സായിട്ടും അത്യാവശ്യം കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അത്യാവശ്യം കേൾക്കാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്, കൂനിക്കൂടിയെങ്കിലും നടക്കാൻ പറ്റുന്നുണ്ട് കാരണഭൂതത്തിന്. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം കേരള ഹൗസിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ഈ വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിക്കുള്ളിലുണ്ടായ രണ്ടഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലുണ്ടായ വിരുദ്ധ അഭിപ്രായങ്ങൾ അത് സംബന്ധിച്ച് പിണറായി വിജയനോട് ചോദിച്ചപ്പോ പിണറായി വിജയന്റെ മുഖഭാവന്റെ ദൈവമേ, പിണറായി വിജയൻ അതാ കലി തുള്ളുന്നു, നിങ്ങൾ ഈ വട്ടിയുമായി എന്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ പറയാനുള്ളപ്പോ പറയും എന്ന് പറഞ്ഞിട്ട് ഇയാൾ കണ്ണുരുട്ടിട്ട് ഇയാളൊന്നും ഒരു കാലത്ത് നന്നാവില്ല എന്നേ. 2 പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് ഇന്നലെ തന്നെ ഈ ഡൽഹിയിൽ വെച്ചിട്ട് തന്നെ ഈ ഒന്നാമത് ഈ CC കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തവൻ പിണറായി ആകെ ക്ഷുഭിതനാവാൻ കാരണം അവിടെ വെച്ച് അലക്കുകയായിരുന്നു. അവിടെ വെച്ച് അതായത് PB അംഗങ്ങൾ നേരത്തെ തന്നെ അറിയാലോ, ഇയാള് പ്രതിപക്ഷ നേതാവ് ആകരുത് എന്ന് 7 PB അംഗങ്ങൾ പറഞ്ഞതാണ്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് ആക്കരുത്, എങ്ങനെയാക്കും? ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾ മുഴുവൻ ഇയാൾ വേണ്ട എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് ഇയാളെ ഒരു അരിക്കാക്കിയതാണ്. ആ മനുഷ്യനെ താങ്ങി പിടിച്ചിട്ട് പ്രതിപക്ഷ നേതാവാക്കുക എന്ന് പറഞ്ഞാൽ ലോകവിഡിത്തമാണെന്ന് PB അംഗങ്ങൾ വരെ പറഞ്ഞു. കേട്ടില്ല. അവസാനം പിണറായി സ്വയം വോട്ട് ചെയ്തിട്ട്, അതാണ് ഏറ്റവും വലിയ അപമാനം. പിണറായി സ്വയം വോട്ട് ചെയ്തിട്ട്, പിണറായിയുടെ ഈ കൂടെയുള്ള അപ്പം ഗോവിന്ദൻ വോട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കുകയാണ്. ആ പിണറായി വിജയൻ CC യോഗത്തിൽ, ഇന്നലത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ആകെ ചൂളിക്കൂടിയിരിക്കുകയാണ്. ഈ കലിപ്പ് ആരോടെങ്കിലും തീർക്കണ്ടേ? ഈ കലിപ്പ് CC കമ്മിറ്റി യോഗത്തിൽ ഇയാൾ മിണ്ടിയില്ല. അവിടെ ആരോട് തീർത്തു കഴിഞ്ഞാൽ അതോട് കഥ കഴിയും. അപ്പം ഇത് എന്താ പറയാ, കുതിര കയറാൻ ആരാണുള്ളത്? ഈ പാവ മാധ്യമ പ്രവർത്തകർ. ഇവർ തൊഴിലിന്റെ ഭാഗമാണ്, ഇവരുടെ ജോലിയുടെ ഭാഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ അഭിപ്രായങ്ങൾ തേടുക എന്ന് പറയുന്നത് ആദ്യമായിട്ടൊന്നുമില്ല. അതിനു പകരം ഇയാൾ എന്താ പറഞ്ഞത്? വടിയുമായിട്ട് നിങ്ങൾ വരണ്ട. എന്ത് പ്രയോഗമാണിത്? വടിയുമായി വരിക. ഇതെന്താ വടിയാണോ ഇത്? വടിയുമായി എന്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ സൗകര്യം ഉണ്ടെങ്കിൽ പറയും. അത് പറയുന്നതിന് ഒരു രസം വേണ്ടേ? ഒന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞോട്ടെ. ഇയാളുടെ കണ്ണക്കുരുട്ടിട്ട് ഈ ഇന്നേ വരെ പിണറായി വിജയന്റെ മുഖത്ത് കാണാത്ത അത്രയും ധാർഷ്ട്യം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കാറിൽ കയറാൻ പോകുമ്പോൾ മാധ്യമ പ്രവർത്തകർ ചെന്നു. അതിന്റെ തിരക്കിലും എന്താ പറയാ ആ ബഹളത്തിന്റെ അടിയിൽ മൂപ്പരുടെ കാറെന്തോ വേദനിച്ചു തോന്നുന്നു. കാറിന്റെ അടിയിൽപ്പെട്ടിട്ട് കാറിൽ കയറാൻ എന്താ പറയാ, കാറിന്റെ ഡോർ അടിക്കുമ്പോ മൂപ്പരെ കാല് കുടുങ്ങിയതിന് മൂപ്പർക്ക് എന്തിനാ ഈ പത്രക്കാരോട് ദേഷ്യം? കാറിന്റെ ഡോർ അടിക്കുകയാണ്, എന്റെ കാല് ഇതിന്റെ ഉള്ളിലല്ലേ. മൂപ്പരെ ഇപ്പൊ കാല് പിടിച്ചേക്കാൻ വേറെ ആൾ വേണ്ടിയിരിക്കും. ഇതാണ് പിണറായി വിജയൻ. എങ്ങനെ പാർട്ടി രക്ഷപ്പെടാനാണ്? ഏറ്റവും വലിയ രസം MA ബേബിയുടെ ചില പരാമർശങ്ങളാണ് കേട്ടോ. MA ബേബി പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി തോൽക്കാനുള്ള കാരണം അപ്പം ഗോവിന്ദനും ഈ പറയുന്ന കാരണഭൂതവുമാണെന്ന് ബേബി വളരെ നൈസായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ എങ്ങനെ ഈ രണ്ടെണ്ണത്തെ പിടിച്ച് പുറത്തിടുക? ബേബി CC യോഗം കഴിഞ്ഞിട്ട്, അതായത് ഇന്നലത്തെ ഈ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് ബേബി പറഞ്ഞത് ഇന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ട്.
അപ്പൊ ബേബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ അർജന്റീന സ്വിറ്റ്സർലൻഡ് കളിയുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് ബേബി പറയുന്നത് കേട്ടോ. കാരണം ഡയറക്റ്റ് ആയിട്ട് സി പി എമ്മാരുടെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാലേ ഡയറക്റ്റ് ആയിട്ട് പറയാൻ ഇവർക്ക് അറിയില്ല. ഇപ്പൊ EP ജയരാജനെ പോലുള്ള എന്താ പറയാ ചില നേതാക്കളൊക്കെ വളരെ നിഷ്കളങ്കമായി അവർ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയും. അതുകൊണ്ടാണ് പറഞ്ഞത് വിഴിഞ്ഞം ഈ കരാറിൽ ഒരു അപാകതയുമില്ല. വിഴിഞ്ഞം കരാറിൽ നിങ്ങളൊക്കെ എന്താ പറയാ ഇങ്ങനെ പരാതിപ്പെടുന്ന പോലെ അല്ലെങ്കിൽ ഈ പ്രതിഷേധിക്കുന്ന പോലെ ഒരു പ്രതിഷേധത്തിന് സ്കോപ്പ് എന്തിലില്ല, വിഴിഞ്ഞം കരാറിലില്ല എന്ന് തുറന്നങ്ങോട്ട് പറഞ്ഞു EP ജയരാജൻ. ഇത് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായ കാര്യമാണ്. എല്ലാ ആൾക്കാർക്കും മനസ്സിലായ കാര്യമാണ്. വിഴിഞ്ഞം കരാറിൽ ഒരു തരത്തിലുള്ള അപാകതകളും ഇല്ല. എന്താണ് പറയുന്നത് ഇവർക്ക് തന്നെ അറിയില്ല. അപ്പൊ EP ജയരാജൻ വളരെ കൃത്യമായ കാര്യം പറഞ്ഞു. ശൈലജയും PK ശ്രീമതിയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഈ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയാ പാർട്ടി അണികൾക്കിടയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബേബി പറഞ്ഞത് നിങ്ങൾക്ക് ഐക്യം വേണം, ഐക്യം വേണം, എല്ലാവർക്കും ഐക്യത്തോടെ പെരുമാറണം, തമ്മിൽ തല്ലുണ്ടാവരുത്, വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവരുത്. ഈ സാധാരണ എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്താ പറയുക, നമ്മുടെ ഈ LKG ക്ലാസ്സിലൊക്കെ സാരോപദേശ കഥ പറഞ്ഞു കൊടുത്തിട്ട് ടീച്ചർമാർ കുട്ടികളെ നിങ്ങൾ കളവ് പറയരുത്, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, അച്ചടക്കം ഉണ്ടാവണം, ഐകമത്യം മഹാബലം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് നമ്മൾ. ഇതേപോലെ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊന്നും പഠിപ്പിക്കണ്ട. ഇവര് സ്വാഭാവികമായി കുട്ടികൾക്കൊക്കെ അറിയാം. കാരണം കുട്ടികൾക്ക് കാര്യങ്ങളൊന്നും അധ്യാപകൻ പറഞ്ഞു കൊടുക്കണമെന്നില്ല, രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല. അവർക്ക് ഈ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളും കയറുന്നുണ്ട്. അവർക്ക് കൃത്യമായ കാര്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ അറിയാം. നമ്മളെക്കാളൊക്കെ വളരെ കൃത്യമായി എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ കുട്ടികൾക്ക് അറിയാം. എങ്കിലും ഈ നഴ്സറി ക്ലാസ്സിലൊക്കെ കുട്ടികളെ അധ്യാപികമാരെ പഠിപ്പിക്കാറുണ്ട്. പരസ്പരം സ്നേഹത്തോടെ പെരുമാറണം, അടി കൂടരുത്, പരസ്പരം സ്നേഹത്തോടെ പെരുമാറണം, നിങ്ങളെ ഒരു കൂട്ടായ്മ വേണം. ഇതേ കാര്യങ്ങളാണ് ഈ പറയുന്ന 82 വയസ്സായ PB അംഗം എന്ന് പറയുന്ന പിണറായി വിജയനെ തിരുത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് MA ബേബി എന്ന് പറയുന്ന കളിമാഷ്, നമ്മൾക്ക് യഥാർത്ഥത്തിൽ കളിമാഷ് എന്ന് വിളിക്കുക അപ്പൻ ഗോവിന്ദനെയാണല്ലോ. അപ്പൻ ഗോവിന്ദനാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു ഡ്രിൽ മാഷ്, ഒരു ജോലി സംബന്ധമായി അദ്ദേഹം ഒരു കളിമാഷായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ കളിമാഷ് എന്ന് വിളിക്കുന്നത്. കളിയാക്കി വിളിക്കല്ല, അദ്ദേഹം കളിമാഷാണ്. കളിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അത്യാവശ്യം ബോധം വിവരമൊക്കെ ഉണ്ട് കേട്ടോ. കളിയെക്കുറിച്ച് മാത്രം. പക്ഷെ MA ബേബി എന്ന് പറയുന്നത് ഒരു കളി ആസ്വാദകനാണ്. അയാൾ ഒരു കളിമാഷല്ല, കളി ആസ്വാദകനാണ്. അങ്ങനെയാണ് ബേബി പറഞ്ഞത്. ഈ ഫുട്ബോളിലൊക്കെ ഉള്ള മാതിരി നമ്മൾ പാസ് ചെയ്തിട്ട് വേണം ഗോൾ അടിക്കാൻ. അതായത് ഒറ്റ കളിക്കാരൻ മാത്രം ഇങ്ങനെ പന്തുമായിട്ട് പോയാൽ ഗോൾ അടിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ ബേബി സൂചിപ്പിക്കുന്ന ആരെയാണ്? പിണറായി വിജയൻ തന്നെയാണ്. നമുക്കറിയാലോ നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണമല്ലേ, ഇടയ്ക്ക് ഗോതമ്പ് ഭക്ഷണമല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം MA ബേബി പറയുന്നത് പിണറായി വിജയനെ കുറിച്ച് തന്നെയാണ്. അതായത് പാസ് കൊടുക്കണം നമ്മള്. അങ്ങനെയല്ലേ മെസ്സിയൊക്കെ ഗോൾ അടിക്കുന്നത്. മെസ്സി മാത്രമായിട്ട് ഇങ്ങനെ പോകില്ല. മെസ്സിക്ക് ഗോൾ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മെസ്സി അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഇതൊരു പരസ്പരമായ സഹകരണമാണ് രാഷ്ട്രീയത്തിലും ഫുട്ബോളിലും. ഇത്തരത്തിൽപ്പെട്ട ഐക്യത്തോടെ പരസ്പരം പാസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ എന്നാണ് ബേബി സഖാവ് പറയുന്നത് കേട്ടോ. ബേബി സഖാവിന് ഇപ്പോഴും ഈ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അടുത്ത തവണ ഗോൾ അടിക്കാൻ പറ്റും, അടുത്ത തവണ അധികാരത്തിൽ വരാൻ പറ്റും എന്നൊക്കെയാണ് പാവ മനുഷ്യൻ വിചാരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഇനി എന്തൊക്കെ വിചാരിച്ചാലും എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക സങ്കല്പത്തിന്റെ സ്രഷ്ടാക്കൾ മുഴുവൻ വന്നിട്ടുണ്ട് കണ്ടു. ഇവിടെ സ്റ്റഡി ക്ലാസ് എടുത്താലും ഇവര് നന്നാവില്ല. എങ്ങനെ നന്നാവരാണ്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പോലെ കഴുകിയാൽ നന്നാവാത്ത സാധനങ്ങളാണ്. അപ്പോഴാണ് MA ബേബി ഈ രീതിയിലുള്ള സദുദ്ദേശ സദ്ഗുണ എന്താ പറയാ പ്രസംഗങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഉദ്ബോധനങ്ങൾ നടത്തുന്നത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്താ പറയുക, ഇവിടെ രാഹുൽ ഗാന്ധി കുറെ കൂടി ഡീസന്റ് ആയിട്ട് കഴിഞ്ഞ തവണ ആ ഇലക്ഷന് മുന്നോടിയായിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ സംഘനൃത്തം ചെയ്യരുത് അല്ലേ. വളരെ രസകരമായ രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി ആ കാര്യം അവതരിപ്പിച്ചത്. നമുക്കറിയാലോ കോൺഗ്രസിൽ സാധാരണ ഇത്തരത്തിലുള്ള തമ്മിൽ തല്ലുകളും എന്താ പറയാ കാല് പിടുത്തല്ല കാല് വലികളും ഇത്തരത്തിൽപ്പെട്ട പല ഈ പാർട്ടി നേതാക്കന്മാർ തമ്മിലുള്ള രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം, അത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസിൽ അല്ലെങ്കിൽ ഈ UDF-ലൊക്കെ വളരെ സ്വാഭാവികമാണ്. നമ്മൾ ഇതൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതിലൊന്നും പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി
കഴിഞ്ഞ തവണ വന്നപ്പോ എന്താ കേരളത്തിൽ പറഞ്ഞത്? നിങ്ങൾ സമൂഹ നൃത്തമാണ് വേണ്ടത്, ഒറ്റക്കൊറ്റക്ക് നൃത്തം ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടായ്മ വേണം. അതൊരു നല്ല എന്താ പറയാ പ്രസ്താവനയായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഉപദേശമായിരുന്നു അല്ലെ. അതിനൊരു ചാരുതയുണ്ടായിരുന്നു, അതിനൊരു കാവ്യാംശമൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. അതിന് പകരം ബേബി വളരെ പ്ലെയിൻ ആയിട്ട്, അങ്ങനെ കാവ്യാംശം പറഞ്ഞാലൊന്നും ഇവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട്, കമ്മ്യൂണിസ്റ്റുകാരാണ്, തലയിൽ കളിമണ്ണാണ്, അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് പോലുള്ള കാവ്യഭാവനയോടെ ഒന്നും ഇവരോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബേബി വളരെ പ്ലെയിൻ ആയിട്ട് LKG കുട്ടികളോട് പറഞ്ഞ മാതിരി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടരുത്, നിങ്ങൾ കൂട്ടായ്മ വേണം. പിന്നെ ഈ ഫുട്ബോൾ കളി കണ്ടില്ലേ, ആർക്കും മനസ്സിലാവില്ല. ഫുട്ബോൾ കളി കണ്ടില്ലേ, അപ്പൊ ഗോൾ അടിക്കണമെങ്കിൽ ഒരാൾക്ക് മാത്രം ഗോൾ അടിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് വേണം, എന്നിട്ട് ഗോൾ അടിക്കാൻ. ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ എന്ന് MA ബേബി. ഏതായാലും എനിക്ക് തോന്നുന്നത് MA ബേബി ഇപ്പൊ പഠിക്കുന്നത് രാഹുൽ ഗാന്ധിയിൽ നിന്നാണ്. രാഹുൽ ഗാന്ധിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഗതികേടാണ് MA ബേബി എന്ന് പറയുന്ന CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. നിസ്സഹായനാണ് MA ബേബി. എന്ത് ചെയ്യാനാണ്? കാരണം ഈ CC ചേർന്നത് എങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഈ 5 സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എങ്ങനെയാണ് ഇത്ര വലിയ ഭീകരമായ പരാജയം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാണ് ഇവര്. അതിൽ പ്രധാനമായിട്ടും ചർച്ച കേരളത്തിലാണ്. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളൂ. കേരളത്തിലെ ആകെ CPM-ന്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടം തന്നെങ്കിലും കേരളത്തിലേ ഉള്ളൂ. ഇതിനെ എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കാൻ പറ്റുമോ എന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സമ്മതിക്കില്ല. നമുക്കറിയില്ലേ, ആലപ്പുഴയില് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് G സുധാകരൻ, ഏറ്റവും നമ്മളെല്ലാവരും ആദരിക്കുന്ന അല്ലേ, ഈ CPM-കാർ മാത്രമല്ല, വിവിധ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ കൂടി ആദരിക്കുന്ന സംശുദ്ധിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറഞ്ഞ് നമുക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പറ്റുന്ന, തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന G സുധാകരൻ സഖാവിനെ കൈകാര്യം ചെയ്യത്രേ. കൈകാര്യം ചെയ്യും. അയാൾ കൈകാര്യം ചെയ്യുന്ന പറഞ്ഞ അർത്ഥം എന്താണ്? TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന പോലെ തന്നെയും കൊല്ലടോ എന്ന് തന്നെയാണ് ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി നാസർ എന്ന് പറയുന്ന ഒരു വകുപ്പ് കൊള്ളാത്തവൻ. ഇവ മൈക്ക് കെട്ടി പറയാണല്ലോ. ഇവനൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടത് ചെന്നിത്തലയുടെ പോലീസ് ചെയ്യേണ്ടത് നാസറിനെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവനാണ് പറയുന്നത് ഞങ്ങൾ കൈകാര്യം ചെയ്യും. വേറൊരു എച്ച് സലാം പറയുന്നത് വെച്ചാൽ പോലീസിനെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും, പോലീസിനെ ഞങ്ങൾ ശരിയാക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇമ്മാതിരി ആൾക്കാരൊക്കെ പിടിച്ചുകൊണ്ട് അകത്തിടണം. അതിനാണ് പോലീസ്. ചെന്നിത്തല ഇത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ട നാസറിനെയും എച്ച് സലാമിനെയും പോലുള്ള ഏറ്റവും വലിയ ക്രിമിനലുകളെ പിടിച്ച് അകത്തിടുകയാണ് ചെയ്യേണ്ടത്. പാർട്ടിയിൽ ക്രിമിനലുകളുടെ ആധിപത്യമാണെന്ന് പറഞ്ഞത് G സുധാകരനാണ് കേട്ടോ. അപ്പൊ ഇതാണ് പാർട്ടി നന്നാവില്ല. എങ്ങനെ നന്നാവാൻ? ഈ SFIയുടെ ഈ ചോട്ടാ നേതാക്കന്മാര് മുതൽ PB അംഗങ്ങൾ വരെ പറയുന്നത് ഇത്തരത്തിൽപ്പെട്ട അക്രമ രാഷ്ട്രീയമാണ്. എന്നിട്ട് നട്ടാൽ കുരുക്കാത്ത നുണകള്, നമ്മളൊക്കെ പൊട്ടന്മാരാണെന്നുള്ള രീതിയിൽ ഇപ്പൊ സ്വരാജൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല് അല്ലെങ്കിൽ സ്വരാജ് മാത്രമല്ല, MV ഗോവിന്ദനും, അതായത് പിണറായിയുടെ ഗുണഭോക്താക്കളായ, പിണറായിയുടെ ആശ്രിതന്മാരായ, പിണറായിയുടെ ഭക്തരായ, പിണറായിയുടെ അടിമകളായ നേതാക്കന്മാർ പറയുന്നത്. ഇപ്പൊ EP പറഞ്ഞു ഈ വിഷയത്തിൽ, അതായത് വിഴിഞ്ഞം സംഭവത്തിൽ ഒരു അപാകതയുമില്ല, വെറുതെ ഇത്തരത്തിൽപ്പെട്ട ആരോപണങ്ങളൊന്നും ഉയർത്തേണ്ട കാര്യമില്ല, നാടിന്റെ വികസനമാണ് ആവശ്യം എന്നൊക്കെ EP പറഞ്ഞപ്പോ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ EP പറഞ്ഞതും പിണറായി പറഞ്ഞതും MV ഗോവിന്ദൻ പറഞ്ഞതും ഒക്കെ ഒന്നാണ്. ഇറ്റിങ്ങൾക്ക് മലയാളം അറിയില്ലല്ലോ. ഇറ്റിങ്ങൾക്ക് മലയാളം മനസ്സിലാഞ്ഞപ്പോ എന്താ ചെയ്യുക അല്ലേ? മലയാളം അറിയില്ല, മലയാളത്തിൽ സംസാരിക്കാനും അറിയില്ല, വായ തുറന്ന പറയുന്ന മുഴുവനും ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇതോടൊക്കെ തന്നെ പറഞ്ഞത് എങ്ങനെ നന്നാവാനാണ്? ജനങ്ങളിൽ നിന്ന് അഭിപ്രായം, അതാണ് ഏറ്റവും വലിയ തമാശ. ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കത്രേ പാർട്ടി നന്നാവാൻ എന്ന് പറഞ്ഞാൽ ഈ നേതാക്കന്മാർക്ക് ഏതായാലും നന്നാക്കാൻ വയ്യ. നേതാക്കന്മാർക്ക് ഐഡിയ ഇല്ല, ഒന്നുമില്ല. അതാണ് വേറൊന്ന്. ഈ CPM-ന്റെ ഏറ്റവും വലിയ ഒരു അധപ്പതനം എന്ന് പറഞ്ഞാലേ, ഈ പാർട്ടി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഞാൻ പറയാൻ കാരണം, അല്ല നിങ്ങൾ പറ, ഒന്ന് പിണറായി വിജയനെയോ അപ്പം ഗോവിന്ദനെയോ നമുക്ക് മാറ്റിയെന്ന് വിചാരിക്കാം. പകരം ആരാണ് പകരമുള്ളത്? എം സ്വരാജിനെ പോലുള്ള A റഹീമിനെ പോലുള്ള ശിവപ്രസാദിനെ പോലുള്ള ഇമാതിരി കോമാളി കൂട്ടങ്ങളല്ലേ. ഇവർക്ക് എങ്ങനെയാണ് പാർട്ടി നയിക്കാൻ പറ്റുക? ഇതാണ് പ്രശ്നം. ഒരു സംശുദ്ധിയുള്ള, അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളറായ, ജനങ്ങൾക്ക് പ്രിയങ്കരായ അത്തരത്തിൽപ്പെട്ട ആരും ഇല്ലാന്നേ. എല്ലാവരും ഈ അടിമകൾ ഇങ്ങനെ എന്താ പറയാ, നേതാക്കന്മാരെ ഭയന്നിരിക്കുന്ന അടിമക്കൂട്ടങ്ങൾ.
ഇതുകൊണ്ടാണ് ഈ എത്ര CC കഴിഞ്ഞാലും ഇനിയിപ്പോ അടുത്ത് വിപുലമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടാൻ പോകുന്നു, അതിൽ ജില്ലാ ഭാരവാഹികളൊക്കെ പങ്കെടുപ്പിക്കും എന്നൊക്കെയാ പറയുന്നത്. എന്ത് സംഭവിച്ചിട്ടും ഈ കാരണബോധം തുടരുന്നിടത്തോളം കാലം, അപ്പം ഗോവിന്ദൻ തുടരുന്നിടത്തോളം കാലം, പെട്ടി തൂക്കി KK രാഗേഷ് തുടരുന്നിടത്തോളം കാലം, ഏറ്റവും വലിയ രസം എന്താ അറിയോ, KK രാഗേഷ് മറ്റേ നമ്മുടെ ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ട് മുടിച്ച് നക്കി തിന്ന ഈ പറയുന്ന TI മധുസൂദനനും ഈ KK രാഗേഷും ഇവര് ധൻരാജിന്റെ രക്തസാക്ഷി ദിനത്തില് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതായിരുന്നു. ധീരസഖാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇങ്ങനെ എന്താ പറയാ വിപ്ലവം എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇവര് പോസ്റ്റ് ഇട്ടതായിരുന്നു. അതിന്റെ അടിയിൽ മുഴുവനും തെറികളാണ്. ഒരുപക്ഷെ കേരളം ഇന്നോളം കേൾക്കാത്ത തെറികളാണ് കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന KK രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ, ഈ TI മധുസൂദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ എന്ന് പറഞ്ഞ കേരളീയ സമൂഹത്തിന് അറിയാം ഈ രണ്ടാൾക്കാരാണ് ഈ രക്തസാക്ഷി ഫണ്ട് കട്ടതും മുക്കിയതും തിന്നതും നക്കിയതും ഒക്കെ എന്ന് കേരള സമൂഹത്തിന് മുഴുവൻ അറിയാന്നേ, പാർട്ടിക്കാർക്ക് മുഴുവൻ അറിയാം. ഒരാൾ പോലും അതിനടിയിൽ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചിട്ട് ഇവരോട് ഐക്യപ്പെട്ടിട്ടില്ല. എല്ലാവരും തെറി പറയുകയാണ്. അവസാനം ഇവര് രണ്ടുപേരും കമന്റ് ബോക്സ് പൂട്ടിയതേ. ഇങ്ങനെ ഒരു ഗതികേട് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് എന്റെ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാരെ, നിങ്ങൾ ഈ CPM നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ജസ്റ്റ് ഒന്ന് അതിന്റെ അടിയിലുള്ള കമന്റ് ബോക്സ് നോക്കൂ. ആ കമന്റ് ബോക്സിൽ 90% ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എതിരാണ് ആൾക്കാർ. അങ്ങനെ എന്തെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ എന്ന് പറയാം. അടിമകൾ മുഴുവനും ഇവരോടൊപ്പം നിന്നിട്ട് പോലും ഈ അടിമക്കൂട്ടങ്ങളുടെ 10 ഇരട്ടി 100 ഇരട്ടി ആൾക്കാർ പാർട്ടിക്കുള്ളിൽ ഇവർക്കെതിരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാർട്ടി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ബേബി സഖാവ് LKG കുട്ടികളോട് ഉപദേശിക്കുന്ന പോലെ ഈ സന്മാർഗ ഉപദേശമൊക്കെ നൽകിയിട്ട് ആര് കേൾക്കാൻ? ഈ പറയുന്ന നാസർ, സലാം, ഇവിടുത്തെ കോഴിക്കോട്ടെ വേറൊരു മറ്റേ എന്താ പറയാ ഒരു വാക്കുകളാത്ത ഒരു സെക്രട്ടറി, കണ്ണൂരിലെ, പത്തനംതിട്ട, മുഴുവൻ ഏത് ജില്ല നിങ്ങൾ എടുത്തോന്നേ, എല്ലാ ജില്ലകളിലും ഇമ്മാതിരിയുള്ള മണുകൂടാഞ്ചന്മാര് നേതാക്കന്മാര് ഇവരാണ് പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി പോകുന്നത്, പാർട്ടിയെ തിരുത്താൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോടെ ഏതാണ്ട് ഒരു ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. പാർട്ടിയുടെ അന്തിമമായ ഇവരുടെ CCയുടെ അന്തിമ ചർച്ചകളൊക്കെ കഴിഞ്ഞ് ഇനി പുതിയ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളോ വല്ലതും വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം. അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? നമ്മൾ കാത്തിരിക്കും. പക്ഷേ ഉറപ്പിച്ചോ CPM എന്ന് പറയുന്ന കപ്പൽ മുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വീണ ജോർജ് അന്ന് നിയമസഭയിൽ പറഞ്ഞത്, ഞങ്ങളുടെ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ, ഞങ്ങളുടെ കപ്പൽ ആടിയുലയുകയില്ല സാർ, ഞങ്ങളുടെ കപ്പലിന് കപ്പിത്താൻ. എന്ത് കപ്പിത്താനും പോയി, കപ്പലും പോയി, കപ്പലിൽ ആൾക്കാരും പോയി. കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ചാടി രക്ഷപ്പെട്ടു. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴേ ഞാൻ ഏറ്റവും അധികം ത്രില്ലടിച്ചത് എന്താ പറഞ്ഞാൽ TK ഗോവിന്ദന്റെ, അതായത് തളിപ്പറമ്പില് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമളയെ അതിദയനീയമായി തോൽപ്പിച്ച TKജിയുടെ ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പിംഗ് നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടേ. അതില് TKജി പറയുന്നത് എന്താണെന്നറിയോ? അതായത് ഇവരുടെ ഈ പാർട്ടി കണ്ടെത്തിയത് നേതാക്കന്മാർക്കൊക്കെ നേതാക്കന്മാർക്കിടയിൽ പാർലമെന്ററി വ്യാമോഹം ഉണ്ടായതാണ് ഈ പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണം എന്നാണ് അത്ര ഇവർ കണ്ടെത്തിയത്. പാർലമെന്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് അധികാര സ്ഥാനത്ത് എത്തണം എന്നുള്ള ഒരു സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹം ആൾക്കാർക്കൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പൊ TKജി ഇവർ പ്രധാനമായും പറയുന്നത് പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാരല്ലോ, പുറത്തുപോയ TKജി, മറ്റേ V കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ, ഇവർക്കൊക്കെ ഭയങ്കര അധികാരമോഹമാണ് പാർട്ടിയെ നശിപ്പിച്ചത്. പാർട്ടിക്കുള്ളിൽ നിന്ന് ഇവരൊക്കെ പുറത്തു പോയത് അധികാരമോഹം കൊണ്ടാണെന്ന്. അപ്പൊ TKജി പറയുന്നത് എന്താ അറിയോ? 3 പ്രാവശ്യം MLA ആയ ആളാണെന്ന് പറയുന്നത്. 3 പ്രാവശ്യം MLA ആയ അപ്പം ഗോവിന്ദനാണ് ഇക്കാര്യം പറയുന്നത്. ഇയാൾ 3 പ്രാവശ്യം MLA ആയി. ഈ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും MLA ആണ്, ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഇയാൾ MLA ആണ്. ഇയാൾ പിന്നെ മന്ത്രിയായി. അപ്പൊ മന്ത്രിയായി, 3 പ്രാവശ്യം MLA ആയി, സംസ്ഥാന സെക്രട്ടറി ആയി, ജില്ലാ സെക്രട്ടറി ആയി. ഇങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ആള് അവസാനം ഈ മണ്ഡലത്തിൽ, അതായത് തളിപ്പറമ്പില് തനിക്ക് മത്സരിക്കാൻ പറ്റാതായപ്പോൾ തന്റെ ഭാര്യയെ അവിടെ മത്സരിപ്പിച്ചിട്ട് ഈ കേരളത്തിൽ വിപ്ലവം പൂർത്തിയാകണമെങ്കിൽ PK ശ്യാമള അവിടുന്ന് ജയിച്ചു വന്നാലേ കേരളത്തിൽ വിപ്ലവം പൂർത്തിയാകുള്ളൂ എന്ന വിശ്വാസത്താൽ ശ്യാമളയെ അവിടെ മത്സരിപ്പിച്ച ഗോവിന്ദന് ഒരു തരത്തിലുള്ള അധികാരമോഹവും ഇല്ല, ഒരു തരത്തിലുള്ള പാർലമെന്ററി വ്യാമോഹവും ഇല്ല. അതിലുള്ളത് ആർക്കാണത്രേ? അതിലുള്ളത് TKജിക്കും
വി കുഞ്ഞികൃഷ്ണനും ജി സുധാകരനൊക്കെയാണ് അതുള്ളത്. അതല്ലാതെ ഇവർക്കൊന്നും അത് ഇല്ല. അത്ര 82 വയസ്സായിട്ടും ഇപ്പോഴും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന, ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി തന്നെങ്കിലും ഒന്ന് ഞാൻ ഇരിക്കട്ടെ എന്ന് പറയുന്ന പിണറായി വിജയന് ഒന്നുമില്ല അത്ര അധികാരമോഹം, ഒന്നുമില്ല അത്ര പാർലമെന്ററി വ്യാമോഹം. ഉള്ളത് മുഴുവൻ ആർക്കാണ്? പാർട്ടിയിൽ നിന്ന് ചാടിപ്പോയ ഈ പറയുന്ന TKജിക്കും വി കുഞ്ഞികൃഷ്ണനും ജി സുധാകരനൊക്കെ ആണെന്നാണ് ഈ പറയുന്ന അപ്പം ഗോവിന്ദൻ പറയുന്നത്. എന്താ ചെയ്യലേ, എന്താ ചെയ്യുക? ചിരിപ്പിക്കുകയാണ് ഇവര്, ചിരിപ്പിക്കുകയാണ്. ചിരിച്ച് ചിരിച്ച് അവസാനം കരച്ചിൽ വരും, നമുക്ക് കരച്ചിൽ വരും. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തരത്തിൽ ഇല്ലാതാവുന്ന കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിച്ചിരുന്നവരും എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്നവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശരിക്കും വേദനിക്കുന്നുണ്ടാവും കേട്ടോ. അവരുടെ വേദന തിരിച്ചറിയാൻ ഇപ്പോഴത്തെ ഈ മണുകുണാഞ്ചന്മാർക്ക് കഴിയില്ല. കാരണം ഇവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവർക്ക് ജനങ്ങളുടെ ക്ഷേമമോ ഐശ്വര്യമോ ഒന്നും ഇവർക്ക് പ്രശ്നമില്ല. ഇവർക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അധികാരത്തിലെത്തിയിട്ട് കട്ടുമുടിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാ, എങ്ങനെയെങ്കിലും ജയിച്ച് അധികാരത്തിലെത്തണം, അധികാരത്തിലെത്തി കഴിഞ്ഞിട്ട് കട്ടുമുടിക്കണം മാത്രം. അത് മാത്രമേ ഉള്ളൂ ഇവരുടെ ഏക ആഗ്രഹം. അതായത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഇപ്പോഴുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണഭോക്തൃ. അങ്ങനെ കഴിഞ്ഞ ദിവസം ആരാ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം TV ചർച്ചയിൽ ഒരു ഡിബേറ്റിന്റെ ഇടയിൽ അങ്ങനെ ഒരു എന്താ പറയാ നിരീക്ഷണം ഉണ്ടായി കേട്ടോ. അതായത് CPMൽ ഇപ്പോൾ ഉള്ളത് ഗുണഭോക്തൃ സംഘമാണത്രേ. അതായത് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്ന കുറെ ആൾക്കാർ അറിയാലോ, ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഇതുവരെ സഹായങ്ങൾ കിട്ടിയ ആൾക്കാരും ഇനിയും എന്തെങ്കിലുമൊക്കെ എല്ലിൻ കഷ്ണങ്ങൾ പാർട്ടിയിൽ നിന്ന് കിട്ടിയേക്കാമെന്ന് കരുതി പാർട്ടിയിൽ തുടരുന്നവരുമാണ് പാർട്ടിയിലെ ഈ അടിമക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ പേടിപ്പിച്ച് നിർത്തുന്ന കാലൊക്കെ കഴിഞ്ഞു. കാരണം പേടി ഇപ്പോൾ ആൾക്കാർക്ക് പതുക്കെ കുറഞ്ഞു. അതുകൊണ്ടാണല്ലോ EP ധീരമായി പറയുന്നത്, അതുകൊണ്ടാണല്ലോ PK ശ്രീമതി ടീച്ചർ ധീരമായി പറയുന്നത്, അതുകൊണ്ടാണല്ലോ KK ശൈലജ ധീരമായി പറയുന്നത്, അല്ലെ? അങ്ങനെയുള്ള ധീരമായി പറയുന്ന നേതാക്കന്മാർ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇനി പേടിപ്പിച്ച് നിർത്താൻ പറ്റൂല. പാർട്ടിയിൽ ഇപ്പം നിൽക്കുന്നത് പേടിപ്പിക്കലല്ല, അതിന് പകരം എച്ചിൽ കഷ്ണങ്ങൾ കൊടുത്തിട്ട്, എല്ലിൻ കഷ്ണങ്ങൾ കൊടുത്തിട്ട് എന്നാ നക്കിക്കോ, ഞങ്ങൾ മുക്കുന്നതിന്റെ ഒരു ഭാഗം നിങ്ങൾക്കും തരാം, ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്നാണ് ഈ നേതാക്കന്മാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.